ഈ മാസം 9 മലയാള മനോരമ ദിനപത്രം. ഈ മാസം 9 എന്ന് വെച്ചാൽ 2025 മെയ് 9 മലയാള മനോരമ ദിനപത്രം. പത്രം മുഴുവൻ ഇന്ത്യ പാകിസ്ഥാന് നൽകിയ തിരിച്ചടിയാണ്. അതിനിടയിലും ഒരു ചെറിയ ഒരു കോളം വാർത്തയുണ്ടായിരുന്നു മലയാള മനോരമയിൽ. ആ വാർത്ത ഇങ്ങനെയാണ്: സുധാകരന്റെ നാട്ടിൽ കൂട്ടരാജി. ഇതാണ് വാർത്തയുടെ തലക്കെട്ട്. സുധാകരന്റെ നാട്ടിൽ കൂട്ടരാജി എന്ന് വെച്ചാൽ കെ സുധാകരന്റെ നാട്ടിൽ കൂട്ടരാജി എന്നർത്ഥം. വാർത്ത തുടങ്ങുന്നു: കണ്ണൂർ കെ സുധാകരന്റെ നാടായ മുഴപ്പിലങ്ങാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഒന്നടങ്കം രാജി പ്രഖ്യാപിച്ചു. സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. മണ്ഡലം കമ്മിറ്റി യോഗം നടക്കുന്നതിനിടെയാണ് നേതൃമാറ്റ വാർത്ത എത്തിയത്. ഉടൻ പ്രതിഷേധമറിയിച്ച് കമ്മിറ്റി ഒന്നടങ്കം രാജി പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോയി. മണ്ഡലം കമ്മിറ്റിയാണ് രാജിവെച്ചത്. കെ സുധാകരന്റെ നാടായ മുഴപ്പിലങ്ങാട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഒന്നടങ്കം രാജിവെക്കുകയായിരുന്നു. ഒന്നടങ്കം. മണ്ഡലം കമ്മിറ്റിയാണ്, യൂണിറ്റ് കമ്മിറ്റിയല്ല. ഒരു മണ്ഡലം കമ്മിറ്റിയാണ് ഒന്നടങ്കം രാജിവെച്ച് പുറത്തുപോയത് എന്ന് മലയാള മനോരമ പറയുന്നു. എന്നാൽ മുഴപ്പിലങ്ങാട് മണ്ഡലം കമ്മിറ്റി മാത്രമാണോ രാജിവെച്ചത്? അല്ല. മറ്റു മാധ്യമങ്ങളിൽ ചെറിയ തോതിലെങ്കിലും മറ്റു വാർത്തകൾ കൂടി വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളടക്കം രാജിവെച്ചു. മുഴപ്പിലങ്ങാട് ധർമ്മടം മണ്ഡലം പ്രസിഡന്റുമാരും മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും സേവാദാൾ മണ്ഡലം പ്രസിഡന്റും ഉൾപ്പെടെയാണ് രാജിവെച്ചത്. ഇവർ അടുത്ത ദിവസം യോഗം ചേരും എന്നാണ് വാർത്ത. ആരൊക്കെയാണ് രാജിവെച്ചത് എന്നുകൂടി പറയുന്നുണ്ട്. അവരിങ്ങനെയാണ്: കോൺഗ്രസ് മുഴപ്പിലങ്ങാട് മണ്ഡലം പ്രസിഡന്റ് NP ചന്ദ്രദാസ്, മഹിളാ കോൺഗ്രസ് ധർമ്മടം ബ്ലോക്ക് പ്രസിഡന്റ് ബീന വട്ടക്കണ്ടി, സേവാദാൾ ധർമ്മടം നിയോജക മണ്ഡലം പ്രസിഡന്റ് R മഹാദേവൻ, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ C ദാസൻ, K സുരേഷ്, A ദിനേശൻ, CM അജിത് കുമാർ, P ഗംഗാധരൻ, PK വിജയൻ, EK രേഖ തുടങ്ങിയ 31 ഭാരവാഹികളാണ് രാജിവെച്ചത്. രാജിക്കത്ത് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന് അയച്ചു. വ്യാഴാഴ്ച മുഴപ്പിലങ്ങാട് രാജീവ് ഭവനിൽ യോഗം ചേരുന്നതിനിടെയാണ് സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റായി നിയമിച്ചെന്ന് അറിഞ്ഞത്. ഇതോടെ യോഗത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഇറങ്ങിപ്പോവുകയായിരുന്നു. രാജിവെച്ചവരെ അനുനയിപ്പിക്കാൻ ജില്ലാ നേതൃത്വം ശ്രമം തുടങ്ങി എന്നാണ് വാർത്ത. കൃത്യം പേരുകൾ സഹിതമാണ് വാർത്ത വന്നിരിക്കുന്നത്. 2 പത്രങ്ങളിൽ മാത്രമാണ് വാർത്ത വന്നത്. അതിലൊന്ന് മലയാള മനോരമയാണ്. മലയാള മനോരമ അങ്ങനെയെങ്കിലും ഈ വാർത്ത തള്ളിച്ച് നടക്കുന്ന ദിവസങ്ങളിൽ, ഒരിക്കലും സ്ഥലം കിട്ടാത്ത ദിവസങ്ങളിൽ ഇത്തരം ഒരു വാർത്ത ഒരു കോളം ചെറിയ വാർത്തയായിട്ടെങ്കിലും കൊടുത്തതിൽ മലയാള മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറയാം. അത് എങ്ങനെ വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം അത്തരം വാർത്തകൾ സ്വാഭാവികമായും മലയാള മനോരമയിൽ വരില്ല. ഇന്നത്തെ ദിവസം പോലും, അത്രയും തിരക്കുള്ള ദിവസം പോലും വാർത്ത വന്നു എന്നത് എത്രമാത്രം പ്രാധാന്യമുണ്ട് കണ്ണൂരിൽ ഈ വാർത്തയ്ക്ക് എന്നത് കൊണ്ടുകൂടിയായിരിക്കണം. ഈ സംഭവം മറ്റു മാധ്യമങ്ങളൊന്നും കണ്ടില്ല. മാധ്യമങ്ങളൊന്നും ആ ഭാഗത്തേക്ക് പോയില്ല. അവരെയും കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യ പാക് സംഘർഷം നടക്കുന്ന സമയമാണ്. ഒരു സ്പേസും ഒരു മാധ്യമങ്ങൾക്കും ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ ദൃശ്യമാധ്യമങ്ങൾക്ക് സമയവും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി മെല്ലെ ഇത്തരം സംഭവങ്ങളിലേക്ക് മാധ്യമങ്ങൾക്ക് ശ്രദ്ധ തിരിക്കാവുന്നതാണ്. എന്താണ് സംഭവിച്ചത് എന്നെങ്കിലും വാർത്ത നൽകാവുന്നതാണ്. അതൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇത് നേരെ മറിച്ച് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയെ മാറ്റി പുതിയ സെക്രട്ടറി വന്നപ്പോൾ ഒരു ബ്രാഞ്ച് കമ്മിറ്റി രാജിവെച്ചുവെങ്കിൽ, ഒരു ബ്രാഞ്ച് സെക്രട്ടറി രാജിവെച്ചു എങ്കിൽ എല്ലാം പോട്ടെ. ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലെ 38,000-ഓളം ബ്രാഞ്ചുകളുണ്ട് CPIMന്. അതിൽ ഒരു ബ്രാഞ്ചിലെ 2 മെമ്പർമാർ രാജിവെച്ചു എങ്കിൽ 1-ാം പേജിൽ 1-ാം വാർത്തയായി മാറിയേനെ. ദൃശ്യമാധ്യമങ്ങൾക്ക് അത് വലിയ തലക്കെട്ടുകൾ ആയേനെ. CPIM സംസ്ഥാന സെക്രട്ടറിയെ മാറ്റി, പ്രതിഷേധം ഉയരുന്നു, ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചു എന്ന തലക്കെട്ടിൽ വലിയ വാർത്ത വന്നേനെ. ഇതിപ്പോൾ KPCC പ്രസിഡന്റായിപ്പോയി. രാജിവെച്ചത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായിപ്പോയി. അതുകൊണ്ട് അതൊന്നും കാണേണ്ട എന്നാണോ നമ്മുടെ മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും ചിന്തിക്കുന്നത്? അതല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ എങ്കിലും ഇതിൻ്റെ ഫോളോഅപ്പ് സ്റ്റോറികൾ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അതിർത്തി ശാന്തമായി കഴിഞ്ഞു. ഇനി കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, KPCCയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, കോൺഗ്രസിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. ചിലപ്പോഴെങ്കിലും അങ്ങോട്ടും ഒന്ന് ക്യാമറ തിരിച്ച് വെക്കണമല്ലോ. അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
നമസ്കാരം.